ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളിയായിട്ടൊരു തേങ്ങാപ്പാൽ ഹൽവയുടെ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വെറും 3 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു അടിപൊളി ഹൽവയുടെ റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 250 ഗ്രാമിൻ്റെ മെഷറിംഗ് കപ്പിൽ മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതൊന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായി പോയാലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം കുഴച്ചെടുക്കുക ആദ്യം. അങ്ങനെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് മുങ്ങി നിൽക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ച് ഒന്ന് 1 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം. ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത്രയും വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഈ മാവ് മുങ്ങി നിൽക്കത്തക്കവണ്ണം തന്നെ എനിക്ക് വെള്ളം ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിനി 1 മണിക്കൂറോളം ഒന്ന് അടച്ച് വയ്ക്കാം. ഈ മാവ് നല്ലോണം കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 മണിക്കൂറോളം മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് എനിക്ക് 1 മണിക്കൂറായിട്ടുണ്ട്. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഇതുപോലെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം എടുത്ത് ഇതുപോലെ നല്ലോണം കൈകൊണ്ട് പിഴിഞ്ഞ് ഇതിലുള്ള പാല് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ ഹൽവ ചെയ്യാനായിട്ട് ഈ മൈദ പിഴിഞ്ഞ് ഇതിലെ പാലാണ് ആവശ്യം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ വേസ്റ്റും പാലും സെപ്പറേറ്റായി വരും. ഇനി ഒരു അരിപ്പ കൊണ്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഈ മൈദയുടെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ടാണ്. അങ്ങനെ മുഴുവൻ പാലും അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മൈദയുടെ വേസ്റ്റാണ്. ഒരു റബ്ബർ പോലെ ഉണ്ടാകും. ഇത് എത്ര വെള്ളത്തിലോട്ട് അലിയിപ്പിച്ചാലും അലിഞ്ഞു വരത്തില്ല. ഇത് വേസ്റ്റാണ്, ഇത് വേണ്ട. അങ്ങനെ ഇത്രയും പാല് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പാല് 2 മണിക്കൂറോളം മാറ്റി വയ്ക്കാം. ഇതിലുള്ള തിക്കായിട്ടുള്ള ഭാഗമാണ് നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. 2 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഈ കട്ടിയുള്ള ഭാഗം സെപ്പറേറ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുക്കാം. ഞാനൊരു വലിയൊരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ആവശ്യം വരും. വലിയൊരു തേങ്ങ അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ തേങ്ങയുടെ കട്ടിയുള്ള പാലാണ് ആവശ്യം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് 1-ാം പാലും 2-ാം പാലും അങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകും, കട്ടിയുള്ള പാല് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പാൽ മുഴുവനായിട്ട് ഇതിൽ നിന്ന് എടുക്കാം. അങ്ങനെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ഹോളുള്ള ഒരു അരിപ്പ വെച്ചുകൂടി ഒന്നുകൂടി ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാം. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച മൈദയുടെ മിക്സ് കൂടി എടുക്കാം. ഇത് വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഈ മേളിൽ വന്നിരിക്കുന്ന ഈ വെള്ളം കളയാം. ഇത് കളഞ്ഞിട്ട് അടിയിലുള്ള കട്ടിയുള്ള പാല് മാത്രമാണ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അങ്ങനെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. വേസ്റ്റാണിത്, ഇത് കളയാം. പാൽ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഹൽവയ്ക്കുള്ള തേങ്ങാപ്പാലും മൈദയുടെ പാലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഹൽവ ഉണ്ടാക്കാനുള്ള ഒരു അടി കട്ടിയുള്ള പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിൽ തേങ്ങാപ്പാൽ എത്ര കപ്പുണ്ടെന്ന് കൂടി ഒന്ന് നോക്കാം. കറക്റ്റ് 2.5 കപ്പോളം തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി മൈദയുടെ മിക്സ് കൂടി എത്രയുണ്ടെന്ന് കൂടി നോക്കാം. സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് 1.25 കപ്പ് മൈദയുടെ പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഷുഗർ ആവശ്യമുള്ളവർക്കാണെങ്കിൽ 1.25-1.5 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഇത് നോർമൽ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം മിക്സാക്കി പഞ്ചസാര ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം വേണം ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ നല്ലോണം പഞ്ചസാര മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഓയിലിൻ്റെയോ നെയ്യിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി ഇത് തിക്കായി വരുന്നതനുസരിച്ചാണ് ഇത് റെഡിയായി വരുന്നത്. അതിന് മുന്നേ തന്നെ ഇത് ഹൽവ സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രേ ഒന്ന് ഓയിലൊഴിച്ച് സ്പ്രെഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് ആദ്യം തന്നെ ചെയ്ത് വെക്കണം. ഇതൊന്ന് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കിട്ടി ഇതൊന്ന് തിക്കായി വരാനായിട്ട് ഒരു 3/4 മണിക്കൂറോളം ആകും. ചെറിയ രീതിയിൽ ഇപ്പോൾ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ചൂടാവും തോറും പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈവിടാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഹൽവ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കട്ടയായിട്ട് ആയിപ്പോവും. അതുകൊണ്ട് കൈവിടാതെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇത് തിക്കാവും തോറും ഇതിലെ കളറ് ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ 1 ഡ്രോപ്പ് ഓറഞ്ചിൻ്റെ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വീഡിയോയ്ക്ക് ഒരു കളറിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കളർ ചേർക്കുന്നത് ഓപ്ഷണലാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഹൽവ ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പക്ഷേ ഇതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി കുറച്ചധികം സമയം വേണ്ടി വരും. ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഞാൻ 1 കപ്പ് മൈദയ്ക്ക് ഒരു വലിയൊരു തേങ്ങയുടെ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 തേങ്ങയുടെ പാൽ വരെ ആകാം. എങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവും. ഞാനിത് റെഡിയാക്കാൻ തുടങ്ങിയിട്ട് കറക്റ്റ് 40 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി മതിയാകും. ഇത് പെട്ടെന്ന് തിക്കായി കിട്ടിക്കോളും. ബാക്കി കൂടി കാണുമ്പോൾ തന്നെ അറിയാം. അത് കൈവിടാണ്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നല്ല സ്മൂത്തി ആയിട്ടുള്ള ടെക്സ്ചറിൽ വന്നിട്ടുള്ളത്. കുറച്ചുപോലും കട്ടയൊന്നും കെട്ടാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഹൽവ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഇതേ ചൂടോടു കൂടി തന്നെ നേരത്തെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ചൂടോടുകൂടി തന്നെ ഈ പാത്രത്തിൻ്റെ എല്ലാ വശത്തോട്ടും നല്ലോണം ഒന്ന് പരത്തി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവൂ. അതുവരെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കറക്റ്റ് ഇത് തണുക്കാനായിട്ട് വെച്ച് ഇപ്പോൾ ഒരു 5 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം. മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും തിക്നെസ് ഉണ്ട് ഇതിന്. ഇതിനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഹൽവയ്ക്ക്. നല്ല തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റായിരുന്നു. എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവർ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് കരുതുന്നു. എൻ്റെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇതുവരേക്കും ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.